മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു ചിരിയാണ് കലാഭവൻ മണി എന്ന അതുല്യ കലാകാരൻ. നടനായും അസാമാന്യ മിമിക്രി കലാകാരനായും സ്വന്തം ശൈലിയിലുള്ള നാടൻ പാട്ടുകളിലൂടെ ഗായകനായും മലയാളികളുടെ മനസ്സിൽ പകരം വെക്കാനില്ലാത്ത ഒരു വ്യക്തിയായി മണി ഇന്നും ജീവിക്കുന്നു. ഇന്നും കലാഭവൻ മണിയുടെ ഒരു പാട്ടോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സിനിമാ രംഗമോ കാണാതെയോ കേൾക്കാതെയോ മലയാളികളുടെ ഒരു ദിവസം പൂർത്തിയാകാറില്ലെന്ന് പറയാം. ഓട്ടോറിക്ഷകളിലും ബസ്സുകളിലുമെല്ലാം ഇന്നും യാത്രക്കാരെ രസിപ്പിച്ചും ചിലപ്പോൾ കണ്ണ് നനയിച്ചുകൊണ്ടും സാധാരണക്കാരുടെ മനസ്സിൽ മണി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വേർപാട് ഇന്നും മലയാളികൾക്ക് ഒരു തീരാ വേദനയായി നിലനിൽക്കുന്നത്. കൊച്ചിൻ കലാഭവനിലെ ഒരു സാധാരണ മിമിക്രി ആർട്ടിസ്റ്റായി തന്റെ കലാജീവിതം ആരംഭിച്ച മണി പിന്നീട് സിനിമയിലെ കോമഡി റോളുകളിലൂടെയും നായക കഥാപാത്രങ്ങളിലൂടെയും തിളങ്ങി. അതോടൊപ്പം തനതായ ശൈലിയിലുള്ള നാടൻ പാട്ടുകളിലൂടെയും അദ്ദേഹം ജനഹൃദയങ്ങൾ കീഴടക്കി. ഇങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിൽ വളരെ പെട്ടെന്നാണ് കലാഭവൻ മണി മലയാളികൾക്ക് പ്രിയങ്കരനായത്. അദ്ദേഹത്തിന്റെ ബഹുമുഖ പ്രതിഭയും സാധാരണക്കാരന്റെ ജീവിതത്തെ അടുത്തറിഞ്ഞുള്ള പ്രകടനങ്ങളുമെല്ലാം മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഊർജം നൽകി. മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒരുപോലെ വലിയ ആഘാതമായിരുന്നു കലാഭവൻ മണിയുടെ തികച്ചും അപ്രതീക്ഷിതമായി എത്തിയ മരണവാർത്ത. 2016 മാർച്ച് 6-നായിരുന്നു മണി ഈ ലോകത്തോട് വിട പറഞ്ഞത്. അകാലത്തിലെ ആ വിയോഗത്തിന് ഇപ്പോൾ 9 വർഷം പൂർത്തിയായിരിക്കുകയാണ്. കഠിനമായ ദാരിദ്ര്യത്തെയും ജീവിതത്തിലെ ദുരിതങ്ങളെയുമൊക്കെ തന്നിലെ കലകൊണ്ട് അതിജീവിച്ച് സ്വന്തം കഴിവുകളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഒരു സൂപ്പർ താരമായി മാറിയ ചുരുക്കം ചില കലാകാരന്മാരുടെ കൂട്ടത്തിലാണ് മണിക്ക് സ്ഥാനമുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതം സമൂഹത്തിലെ പലർക്കും, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഒരു വലിയ പ്രചോദനമായിരുന്നു. കലാഭവൻ മണിയുടെ ഓർമ്മകൾ സജീവമാക്കി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നടനും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുമായിരുന്ന സലീം കുമാറിന്റെ വാക്കുകളാണ്. ഇരുവരും ഒരേ കാലഘട്ടത്തിലാണ് സിനിമാ മോഹങ്ങളുമായി കൊച്ചിൻ കലാഭവനിൽ കലാരംഗത്തേക്ക് എത്തുന്നത്. ഇപ്പോഴിതാ മണിയുമായുള്ള തന്റെ ആഴത്തിലുള്ള സൗഹൃദത്തെക്കുറിച്ച് വികാരനിർഭരമായി സംസാരിക്കുകയാണ് സലീം കുമാർ. മണിയെ മറക്കാൻ തനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം നിറക്കണ്ണുകളോടെയാണ് പറയുന്നത്. മണിയെക്കുറിച്ച് ഓർക്കാനേ ഇപ്പോൾ തനിക്ക് സമയമുള്ളൂ. തങ്ങളുടെ ബന്ധം കേവലം സിനിമയിലെ സൗഹൃദം മാത്രമായിരുന്നില്ല. കലാഭവന്റെ ബെഞ്ചുകൾ കൂട്ടിയിട്ട് അതിൽ കിടന്നുറങ്ങിയും എത്രയോ കാലങ്ങൾ ഒരുമിച്ച് ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചും വലിയ സിനിമാ സ്വപ്നങ്ങളുമായി നടന്നവരാണ് തങ്ങൾ. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് അവർ ജീവിതത്തിൽ മുന്നേറിയത്. എന്നിട്ടും അവനും അവൻ്റെതായ രീതിയിലുള്ള പേരും പ്രശസ്തിയും നേടിയാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞത്. കലാഭവൻ മണി എന്നാൽ ഇന്നും ആളുകൾ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. അന്നും ഇന്നും തനിക്ക് മണിയോട് വലിയ ആരാധനയാണ്. അവൻ തൻ്റെ ഉറ്റ കൂട്ടുകാരനാണെങ്കിൽ പോലും. സലീം കുമാർ ആത്മബന്ധം വെളിപ്പെടുത്തുന്നത് ഇത്തരത്തിലാണ്. സലീം കുമാറിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് കലാഭവൻ മണി പറഞ്ഞ ഒരു പ്രവചനം അദ്ദേഹം പങ്കുവച്ചത് ഏറെ ഹൃദയസ്പർശിയായിരുന്നു. മണി തന്റെ കല്യാണത്തിന് വന്ന് പറഞ്ഞത് താൻ സിനിമയിൽ വന്നു, ഇനി അടുത്തത് സലീമാണ് വരാൻ പോകുന്നത് എന്നാണ്. സുനിതയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സലീം സിനിമയിലേക്ക് എത്തുമെന്നാണ്. സത്യം പറഞ്ഞാൽ അതേപോലെ പിറ്റേ ദിവസം താൻ സിനിമയിൽ വന്നു. സലീം കുമാർ ആ ഓർമ്മ പങ്കുവച്ചപ്പോൾ വികാരഭരിതനാവുകയായിരുന്നു. അന്ന് മണി മലയാള സിനിമയിൽ കത്തി നിന്ന സമയമായിരുന്നെന്നും സലീം കുമാർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മലയാള സിനിമയിൽ നികത്താനാവാത്ത ഒരു വലിയ വിടവായാണ് കലാഭവൻ മണിയുടെ മരണത്തെ മലയാളികൾ കാണുന്നത്. മികച്ച നടൻ, ഗായകൻ, കൊമേഡിയൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മണി ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന പേരിൽ സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാട് ഇന്നും സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമാണ്. കലാഭവൻ മണി എന്ന പേര് ഒരു വ്യക്തിയുടെ പേരല്ല, അതൊരു വികാരമാണ്, ഒരു ജനകീയ കലാകാരന്റെ അടയാളമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മലയാളികൾ ഉള്ളിടത്തോളം കാലം മായാതെ നിലനിൽക്കും. അതേസമയം ദിലീപിന്റെ കരിയറിലെ ശ്രദ്ധേയ ചിത്രങ്ങളിലൊന്നായ കുബേരൻ സിനിമയുടെ പിന്നാമ്പുറ കഥകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ സുന്ദർദാസ്. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ചിത്രത്തിലെ താരനിർണയവുമായി ബന്ധപ്പെട്ട രസകരമായ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ദിലീപിന്റെ സുഹൃത്തായ ചിത്രത്തിൽ ആദ്യം അഭിനയിക്കേണ്ടിയിരുന്നത് സലീം കുമാറിനെ ആയിരുന്നുവെന്നും നായിക വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് മീര ജാസ്മിനെ ആയിരുന്നുവെന്നുമാണ് സുന്ദർദാസ് പറയുന്നത്. കുബേരൻ സിനിമയിൽ ദിലീപിന്റെ ഉറ്റ സുഹൃത്തിന്റെ വേഷം ചെയ്യാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് പ്രശസ്ത നടൻ സലീം കുമാറിനെ ആയിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് ആരംഭിച്ച സമയത്ത് സലീം കുമാർ മറ്റൊരു ചിത്രത്തിന്റെ തിരക്കിലായിരുന്നു. മൂന്നാറിൽ നടന്ന ആ സിനിമയുടെ ഷൂട്ടിംഗ് കാരണം കുബേരന്റെ സെറ്റിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആ വേഷത്തിലേക്ക് കലാഭവൻ മണിയെ പരിഗണിക്കുന്നത്. അക്കാലത്ത് തമിഴ്, തെലുങ്ക് സിനിമകളിൽ വളരെ തിരക്കുള്ള നടനായിരുന്നു കലാഭവൻ മണി. അതുകൊണ്ട് തന്നെ മണിക്ക് ഈ സിനിമ ചെയ്യാൻ കഴിയുമോ എന്ന് സംവിധായകൻ സുന്ദർദാസിന് സംശയമുണ്ടായിരുന്നു. ഈ ആശങ്കയോടെ മണിയോട് ചോദിച്ചപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ സെറ്റിലേക്ക് എത്താമെന്നായിരുന്നു മണിയുടെ തമാശ കലർന്ന മറുപടി. അങ്ങനെയാണ് മണി കുബേരന്റെ ഭാഗമായത്. ഇന്നും കുബേരന്റെ ഔദ്യോഗിക കാസ്റ്റ് ലിസ്റ്റിൽ കലാഭവൻ മണിയുടെ പേരില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ യാദൃച്ഛികമായ മാറ്റം ചിത്രത്തിന് വലിയ മുതൽക്കൂട്ടായി മാറുകയും
മണിയുടെ പ്രകടനം പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുകയും ചെയ്തു. ദിലീപിന്റെ നായികയെ കുബേരനിൽ ആദ്യം കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പിന്നീട് മലയാള സിനിമയിൽ തിളങ്ങിയ മീര ജാസ്മിനെ ആയിരുന്നുവെന്നും സുന്ദർദാസ് വെളിപ്പെടുത്തി.